ഫാദർ ഫിലിപ്പ് കവിയിൽ ഇന്ന് സീറോ മലബാർ സഭ മദ്യനയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി. ജനവഞ്ചനയാണ് അത് എന്ന തരത്തിലുള്ള അഭിപ്രായം സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഇതിപ്പോൾ ഭാഗ്യത്തിന് ഒരു നയരൂപീകരണത്തിന് മുമ്പ് ഇത്രമാത്രം വിവാദമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ ജനവഞ്ചന അതിലേക്ക് സർക്കാർ പോകില്ല എന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്, ഒരു രാഷ്ട്രീയപരമായ വിവാദത്തിലേക്ക് ഇടപെടാനൊന്നും സഭയ്ക്ക് താല്പര്യമില്ല. ബാർക്കോഴ വിവാദം ഇവിടെ ഉണ്ടായി. അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം പറയുന്നു. അതൊക്കെ സർക്കാരിന്റെ തലത്തിൽ നടക്കട്ടെ. രാഷ്ട്രീയപരമായ വിവാദത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സീറോ മലബാർ സഭയും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വിവാദത്തിന് പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അതായത് മദ്യം, ലഹരി എന്നിവ സാമൂഹിക തിന്മകളാണ്. ഇവിടെയുള്ള നമ്മുടെ സാധാരണ പൗരന്റെ സുരക്ഷിതത്വത്തെ, ജീവിതത്തെ ബാധിക്കുന്ന തിന്മ തന്നെയാണിത്. ഈ തിന്മയെക്കുറിച്ച് കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ കൃത്യമായ നയങ്ങൾ രൂപീകരിക്കണമെന്ന് സഭ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും മദ്യ നയങ്ങളെ കുറിച്ച് സഭയ്ക്ക് പറയുവാനുണ്ട്. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 29 ബാറുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 1039ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാറുകളായിട്ടും ബൗക്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഒക്കെ ഔട്ട്ലെറ്റുകളായിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ സംലഭ്യത ഇവിടെ ഈ സർക്കാർ കൂട്ടുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നിശ്ചിതമായിട്ട് പരിശോധിക്കണം. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രകടന പത്രിക നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കൂട്ടില്ല എന്ന് പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് പിന്മാറിയോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഈ കേരളത്തിലെ സാധാരണക്കാരായ ഒരു കുടുംബക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബനാഥൻ പകലന്തിയോളം പണിയെടുത്ത് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ ലഭിക്കുന്ന വേതനം ആ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നു, അതോ അദ്ദേഹത്തിന് ചില ബലഹീനത മൂലം, ഉദാഹരണത്തിന് മദ്യത്തിലേക്ക് ഈ തുക ചെലവഴിക്കേണ്ടി വരുമോ? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. ഗവൺമെന്റുകൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത് ഈ നാട്ടിലെ ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ആയിരിക്കണം. ഇവിടെ ടൂറിസത്തിന് വേണ്ടി, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ മദ്യം ഒഴുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ ജീവിതം അതെങ്ങനെ ബാധിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കൊരു ശക്തമായ പാരമ്പര്യമുണ്ട്. വിദേശത്തെ സംസ്കാരം ഇവിടെ ടൂറിസം വികസിക്കുമെങ്കിൽ നമ്മുടെ തനത് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ദ്രോഹം വരുത്തണമോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ബാർക്കോഴയും അവർക്ക് കിട്ടുന്ന പൈസയൊന്നും അല്ല എൻ്റെ വിഷയം, അല്ലെങ്കിൽ സഭയുടെ വിഷയം. സഭ ചിന്തിക്കുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതിനു വേണ്ടി പറയുവാൻ സഭ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട അടിസ്ഥാന വിഷയം ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും വരുത്തുന്ന തിന്മകൾ എത്രമാത്രം വലുതാണ്, അത് ഈ സാധാരണ സമൂഹത്തിന് എന്തുമാത്രം ആഘാതം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റുകൾ സാധാരണ പൗരന്റെ നന്മയ്ക്ക് വേണ്ടി എത്രമാത്രം ഈ തിന്മകളെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എന്റെ പക്ഷം. ശരി, എന്തായാലും ടൂറിസം വികസനത്തിന് വേണ്ടിയാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് വായിച്ചതും കേട്ടതും ഒക്കെ. പക്ഷേ ബാർ ഉടമകളുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം നീക്കങ്ങൾ എന്ന സംശയമാണ് ഇന്നലെ മുതൽ ഉള്ള ഈ കാര്യങ്ങളും ചർച്ചകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രീ ജിൻ